അക്ഷയ തൃതീയക്ക് സ്വർണവും വെള്ളിയും മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, വേറൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലേ? അപ്പോ അക്ഷയ തൃതീയയുടെ യഥാർത്ഥ കാര്യവും എന്തൊക്കെ വാങ്ങിക്കാന്ന് പറയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോ കേട്ടോ. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി ദേവി അനുഗ്രഹിക്കുന്ന ദിവസം എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരശുരാമന്റെ ഒക്കെ ജന്മദിനം കൂടിയാണ് ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദിവസം ഐശ്വര്യത്തിന്റെ ദിവസമായി പറയപ്പെടുന്നു. ഇന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നുകൂടി പറയപ്പെടുന്നു. പിന്നെ അക്ഷയ തൃതീയ അന്നപൂർണേശ്വരിയുടെ ദിവസം കൂടെ ആയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലും വീട്ടിലും ഐശ്വര്യം വരാനായിട്ട്. ഒന്നാമത് സ്വർണം തന്നെയാണ്. പിന്നെ വെള്ളി വാങ്ങിക്കാം. അതുപോലെ തന്നെ അരി വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ ഇന്ന് വാങ്ങിക്കാൻ നല്ല ദിവസമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മൺചട്ടി അത് വാങ്ങിക്കാൻ പറ്റുന്ന ദിവസമാണ്. ഉപ്പ്, കല്ലുപ്പ് അത് വാങ്ങിക്കുക. ഇതൊക്കെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് അതിന്റെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും നിറയുമെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് അക്ഷയ തൃതീയ ദിവസത്തില് ഉറപ്പായിട്ടും പറ്റുമെങ്കിൽ സ്വർണം വാങ്ങിക്കുക, ഞങ്ങളെ ഓർക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് ഐശ്വര്യത്തിന്റെ ഓരോരോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഐറ്റംസ് നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ സ്വർണം വാങ്ങിക്കുന്നത് മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡീ പ്രൊമോഷൻ അല്ല ഇത് കേട്ടോ. അപ്പൊ ഉറപ്പായിട്ടും സ്വർണം വാങ്ങിക്കാനും വെള്ളി വാങ്ങിക്കാനും മൊണാ ഗോൾഡൻ ഡയമണ്ട്സിന് വരിക. ഒപ്പം ഹാപ്പി അക്ഷയ തൃതീയ ടു ഓൾ അവർ കസ്റ്റമേഴ്സ്. ബൈ.